Hi everyone, hope you all are fine and safe. Okay, in this video I would like to discuss about the meaning of overheads, uh, definition of overheads and its classification. Okay, before that ഞാൻ എന്താണ് കോസ്റ്റ് എന്ന് പറയാം. That is, what is cost? Cost simply means the price paid for something. ഇപ്പോൾ നമ്മൾ ഒരു വസ്തു ലഭിക്കാൻ വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ നൽകുന്നത് എന്താണോ അതിനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കോസ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി നമ്മൾ നൽകുന്ന പ്രൈസാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ്, ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് റെഫേഴ്സ് ടു ദി റിസോഴ്സസ് കൺസ്യൂംഡ് ടു പ്രൊഡ്യൂസ് എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഓർ സർവീസസ്. ദാറ്റ് ഈസ്, it refers to the total expenses incurred on the production and sale of product or services. അപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസോ പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ സെയിൽ പർപ്പസിനൊക്കെ വേണ്ടി വരുന്ന മൊത്തം എക്സ്പെൻസിനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വാട്ട് ആർ ദി എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് നോക്കാം. ദാറ്റ് ഈസ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് കോസ്റ്റിനെ നമുക്ക് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കോസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ട്, മെറ്റീരിയൽ കോസ്റ്റ്, ദെൻ ലേബർ കോസ്റ്റ് ആൻഡ് എക്സ്പെൻസസ്. So, material cost, labor cost and expenses. Again, material cost എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊഡക്ഷൻ ആവശ്യമായിട്ട് വരുന്ന മെറ്റീരിയലിന് വേണ്ടി നമ്മൾ മെറ്റീരിയലിന് വരുന്ന കോസ്റ്റാണ് മെറ്റീരിയൽ കോസ്റ്റ്. ലേബർ കോസ്റ്റ് എന്ന് പറയുമ്പോൾ വർക്കേഴ്സിന് വേണ്ടി വരുന്ന കോസ്റ്റാണ് ലേബർ കോസ്റ്റ്. ലേബറും മെറ്റീരിയലും അല്ലാതെ വരുന്ന എക്സ്പെൻസുകൾ, മറ്റ് എക്സ്പെൻസുകളാണ് ഏതിൽ വരുന്നത്, എക്സ്പെൻസസ് എന്നുള്ളതിൽ വരുന്നത്. ഇനി അഗെയിൻ മെറ്റീരിയൽ കോസ്റ്റിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ദെൻ അഗെയിൻ ലേബർ കോസ്റ്റ് ഹിയർ ഓൾസോ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇൻഡയറക്റ്റ്. ദാറ്റ് ഈസ് ഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് ലേബർ. ദെൻ എക്സ്പെൻസസ് അതും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പോൾ ഓക്കെ, അപ്പാർട്ട് ഫ്രം ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ്, that is direct material, direct labor and direct expenses which are forms the part of prime cost element. അപ്പോൾ ഇത് പ്രൈം കോസ്റ്റ് എലമെൻറ്റ്സ് ആണ്. സോ എന്താണ് പ്രൈം കോസ്റ്റ് എലമെൻറ്റ്സ് എന്നുള്ളത് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസിന് പുറമെ ദർ ആർ സർട്ടൻ അഡീഷണൽ കോസ്റ്റ് ആർ ഓൾസോ ഇൻകേർഡ് ഇൻ എ ബിസിനസ് ഓർഗനൈസേഷൻ. സച്ച് കോസ്റ്റ് വിച്ച് ആർ ഇൻകേർഡ് ഓവർ ആൻഡ് എബോവ് ദി ഡയറക്റ്റ് കോസ്റ്റ് ആർ കോൾഡ് ഓവർ ഹെഡ്സ്. അപ്പം ഡയറക്റ്റ് കോസ്റ്റിന് പുറമെ വീണ്ടും ചില കോസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കമ്പനിയിൽ ഇൻകർ ചെയ്യുന്നുണ്ട് വൈൽ അറ്റ് ദി ടൈം ഓഫ് പ്രൊഡക്ഷൻ്റെ സമയത്ത്, അല്ലെങ്കിൽ ഇറ്റ്സ് അഡ്മിനിസ്ട്രേഷൻ്റെ സമയത്ത്, സെല്ലിങ്, ഡിസ്ട്രിബ്യൂഷൻ, ഇതിൻ്റെയൊക്കെ സമയത്ത് വീണ്ടും ഡയറക്റ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ ലേബർ എക്സ്പെൻസിന് പുറമെ നമുക്ക് വീണ്ടും സർട്ടൻ എക്സ്പെൻസസ് വരുന്നുണ്ട്. സോ അതിനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഓവർ ഹെഡ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സിംപ്ലി ഓൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആർ നോൺ ആസ് ഓവർ ഹെഡ്സ്. സോ എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റ്, നോട്ട് ഓൺലി എക്സ്പെൻസസ്, ഓൾ ഇൻഡയറക്റ്റ് കോസ്റ്റ്സ് ആർ നോൺ ആസ് ഓവർ ഹെഡ്സ്. ദാറ്റ് ഈസ് overhead, that is overheads. Overheads simply means the aggregate of indirect material plus indirect labor plus indirect expenses. Aggregate of indirect material plus indirect labor and indirect expenses. That is overheads എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ all cost
other than prime cost are known as overheads. Overheads means overhead cost means all cost other than prime cost are known as overheads. So what is prime cost? Prime cost എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is the aggregate of all direct elements of cost. That is prime cost is equal to direct material plus direct labor plus direct expenses. Direct material plus direct labor plus direct expenses. So what is overhead cost? Overhead cost is equal to indirect material plus indirect labor plus indirect expenses. Okay, then that is there are certain costs which belong to more than one cost unit or cost center. അതായത് ചില കോസ്റ്റുകൾ ഒരു കോസ്റ്റ് യൂണിറ്റിലോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കോസ്റ്റ് യൂണിറ്റിലോ അല്ലെങ്കിൽ കോസ്റ്റ് സെൻറ്ററിലോ അത് ഇൻവോൾവ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ അവിടുന്ന് ഇൻകർ ചെയ്യാനായിരിക്കും. സോ അത് ഏത് കോസ്റ്റ് യൂണിറ്റ് ആണ് അല്ലെങ്കിൽ ഏത് കോസ്റ്റ് സെൻറ്റർ ആണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത്തരം കോസ്റ്റ് ആണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓവർ ഹെഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദസ് എനി കോസ്റ്റ് വിച്ച് കനോട്ട് ബി ഡയറക്റ്റ്ലി ചാർജ്ഡ് ടു എ കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ് ഈസ് നോൺ ആസ് ഓവർ ഹെഡ്. ഒരു കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ഓർ സെക്ഷൻ ഓഫ് ദി ബിസിനസ് ടു വിച്ച് കോസ്റ്റ് ക്യാൻ ബി ചാർജ്ഡ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്റർ, ഓപ്പറേഷൻ കോസ്റ്റ് സെൻറ്റർ. അതായത് എവിടെയാണോ കോസ്റ്റ് ഇൻകർ ചെയ്യുന്നത് ആ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ബ്രാഞ്ച് അല്ലെങ്കിൽ സെക്ഷന് നമുക്കൊരു കോസ്റ്റ് സെൻറ്റർ എന്ന് പറയാം. കോസ്റ്റ് യൂണിറ്റ് ഈസ് ദി മെഷർമെൻറ്റ് ഓഫ് കോസ്റ്റ്. യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോസ്റ്റ് മെഷർ ചെയ്യുന്നതിനെയാണ്, മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് എന്ത് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഷുഗർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പെർ ടണ്ണിൽ പറയും. അതേപോലെ ടെലിവിഷനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെർ സെറ്റ്, പിന്നെ കിലോഗ്രാം, പെർ മീൽ, ഇതിനൊക്കെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കോസ്റ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റുകളാണ് എന്ത് ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ പ്രൊഡക്ഷന് ആവശ്യമായിട്ട് വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്, അതിന് നമ്മൾ പ്രൊഡക്ഷൻ ഓവർ ഹെഡ്സ് എന്ന് പറയും. അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേഷന് വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്സ് എന്ന് പറയും. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷന് വരുന്ന ഇൻഡയറക്റ്റ് ഓവർ ഹെഡ്സ് ഉണ്ട്, അപ്പോൾ അത് സെല്ലിംഗ് ഓവർ ഹെഡ്സ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ് എന്ന് പറയും. സോ ഇതെല്ലാം എന്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? ഈ ഡയറക്റ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇതിൻ്റെ ടോട്ടലാണ് എന്ത് ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ ടോട്ടലാണ് പ്രൈം കോസ്റ്റ്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ ടോട്ടലാണ് ഓവർ ഹെഡ്സ്. സോ ഓവർ ഹെഡ്സിനെ വീണ്ടും നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ദി അഗ്രിഗേറ്റ് ഓഫ് അല്ലെങ്കിൽ ടോട്ടൽ ഓഫ് പ്രൊഡക്ഷൻ ഓർ ഫാക്ടറി ഓവർ ഹെഡ്സ്, അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്സ് ഓർ ഓഫീസ് ഓവർ ഹെഡ്സ്, സെല്ലിംഗ് ഓവർ ഹെഡ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. അപ്പോൾ ഓവർ ഹെഡ് എന്ന് പറയുമ്പോൾ ഓവർ ഹെഡ്സ് ആർ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഇൻഡയറക്റ്റ് ലേബർ പ്ലസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഓർ ഓവർ ഹെഡ്സ് ആർ ടോട്ടൽ ഓഫ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ്, പ്രൊഡക്ഷൻ ഓർ ഫാക്ടറി ഓവർ ഹെഡ്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഓഫീസ് ഓവർ ഹെഡ്, സെല്ലിംഗ് ഓവർ ഹെഡ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. അല്ലാതെ ഇപ്പോൾ സപ്പോസ് നമ്മളൊരു ഫർണിച്ചർ പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഫർണിച്ചറിൻ്റെ ഡയറക്റ്റ് മെറ്റീരിയലാണ് നമുക്ക് ഡയറക്റ്റ്ലി അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടിൽ നിന്ന് നേരിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലിനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. സപ്പോസ് ഒരു ടേബിൾ ആണെന്നുണ്ടെങ്കിൽ ആ ടേബിൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരം, അതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നമ്മൾ ആ ഷേപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി കുറേ കട്ട് ചെയ്യുകയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കട്ടർ ഉണ്ടാവാം, അല്ലെങ്കിൽ അത് നമ്മൾ ജോയിൻ ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇപ്പോൾ ഗ്ലൂ പോലെ കാര്യങ്ങളുണ്ടാവാം. അപ്പോൾ ഇതൊക്കെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കതൊന്ന് ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. സോ ഓവർ ഹെഡ്സ് എന്താണെന്നുള്ളൊരു ജസ്റ്റ് ഒരു ബ്രീഫ് എക്സ്പ്ലനേഷനാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഓവർ ഹെഡ്സ് ആർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓവർ ഹെഡ്സ് ആർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. ദീസ് ആർ അഡീഷണൽ കോസ്റ്റ് ആൻഡ് ഓവർ ഹെഡ്സ് ആർ ഓൾസോ നോൺ ആസ് ഓൺ കോസ്റ്റ് ഓർ സപ്ലിമെൻ്ററി കോസ്റ്റ് ഓർ നോൺ പ്രൊഡക്റ്റീവ് കോസ്റ്റ്. ഓക്കെ, ദെൻ
ചില കേസിൽ ഓവർഹെഡ്സും ഇൻഡയറക്റ്റ് എക്സ്പെൻസും നമ്മൾ സിനോണിമായിട്ടാണ് പറയുക. ബട്ട് ദർ ആർ ഡിഫറൻസ് ഇൻ ഓവർഹെഡ്സ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന സർട്ടൺ എക്സ്പെൻസസ് ആണ്. ബട്ട് ഓവർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഓൺലി ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ബട്ട് ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. അപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഈസ് എ പാർട്ട് ഓഫ് ഓവർഹെഡ്. ഓവർഹെഡിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, ഓൺലി എ പാർട്ട് ഓഫ് ഓവർഹെഡ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസും മറ്റ് ഇൻഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് ലേബേഴ്സും ഉൾക്കൊള്ളുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഓവർഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ. Then next, divisions or components of cost. So divisions or components of cost എന്ന് പറയുമ്പോൾ which includes components of cost എന്ന് പറയുന്നത് prime cost, factory cost, cost of production and total cost. Prime cost എന്താണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ദാറ്റ് ഈസ് ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് പ്രൈം കോസ്റ്റ്. ഈ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ്സ്, അതായത് പ്രൊഡക്ഷൻ ഓവർഹെഡ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇൻഡയറക്റ്റ് പ്രൊഡക്ഷന് വേണ്ടി വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്, ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓർ ഓഫീസ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്, കോസ്റ്റ് ഓഫ് സെയിൽസ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ദീസ് ആർ ദി എലമെൻറ്റ്സ് കോമ്പണൻറ്റ്സ് ഓഫ് കോസ്റ്റ് ഓർ ഡിവിഷൻസ് ഓഫ് കോസ്റ്റ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ആണ്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.